നമസ്കാരം. കേരളത്തിൽ വോട്ടെടുപ്പിന് ഇനി 10 നാൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂട് ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്നു. സംസ്ഥാനത്തെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം രംഗത്തെത്തിയിരിക്കുന്നു. അതിന് മറുപടി കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയും രംഗത്തെത്തിയതോടെ തിരഞ്ഞെടുപ്പ് അജണ്ടകൾ ഇപ്പോൾ മാറി മറിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കരുവന്നൂർ ബാങ്ക് ഇടതുകൊള്ളയുടെ ഉദാഹരണമായാണ് പ്രധാനമന്ത്രി ഉദാഹരിച്ചത്. മാത്രമല്ല, മുഖ്യമന്ത്രിയും മകളും അഴിമതി കേസിൽ പെട്ടിരിക്കുന്നുവെന്ന് മാസപ്പടി കേസിനെ സൂചിപ്പിച്ചുകൊണ്ട് നേരിട്ടുള്ള ആക്രമണത്തിന് മുതിരുകയും ചെയ്തിരിക്കുന്നു പ്രധാനമന്ത്രി. കരുവന്നൂർ ഇടതുകൊള്ളയുടെ ഉദാഹരണമാണ്. പാവങ്ങൾ, മധ്യവർഗം അധ്വാനിച്ച പണം CPM കൊള്ള ചെയ്ത് കാലിയാക്കുന്നു, പെൺകുട്ടികളുടെ വിവാഹം മുടക്കുന്നു, ആയിരങ്ങളുടെ ജീവിതം കുഴപ്പത്തിലാക്കുന്നു, പണമിട്ടാൽ പലിശ കിട്ടും, അത്യാവശ്യം അതിനെടുക്കാമെന്നൊക്കെ കരുതിയിരുന്നവരെ കബളിപ്പിക്കുന്നു CPM. പലരും നിലവിളിച്ചുകൊണ്ട് സരസുവിനെ വിളിക്കുന്നുവെന്നാണ് കരുവന്നൂർ കൊള്ളയിൽ ആലത്തൂർ സ്ഥാനാർത്ഥി തന്നോട് പറഞ്ഞതെന്നതടക്കം മോദി പറയുകയാണ്. മോദിയുടെ വിമർശനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയാതെ വിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപകീർത്തിപ്പെടുത്തൽ കൊണ്ടൊന്നും ഞങ്ങളെ നാട്ടിൽ കൊച്ചാക്കാൻ കഴിയില്ല എന്ന് പിണറായി വിജയൻ തിരിച്ചടിക്കുന്നു. കരുവന്നൂർ ബാങ്ക് ഇപ്പോൾ സാധാരണ നിലയിലാണ് പ്രവർത്തിക്കുന്നത് എന്നും 117 കോടി നിക്ഷേപം തിരിച്ചു കൊടുത്തുവെന്നും 8.16 കോടി പുതിയ വായ്പ നൽകിയെന്നും 103 കോടി രൂപ വായ്പ എടുത്തവർ തിരിച്ചടച്ചുവെന്നും പറയുന്നു. കുറ്റക്കാർക്കെതിരെ സർക്കാർ വിട്ടുവീഴ്ച നടത്തിയിട്ടില്ല എന്നുകൂടി പിണറായി വിജയൻ പറഞ്ഞു വയ്ക്കുകയാണ്. സഹകരണ ബാങ്കാണ് കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് കണ്ടെത്തിയത്. കേസിലെ പ്രതികളുടെ സ്വത്ത് കണ്ടെത്താൻ നടപടിയും സർക്കാർ സ്വീകരിക്കുകയുണ്ടായി. പ്രധാനമന്ത്രിക്ക് ഇതൊന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി ഇതൊക്കെ പറയുന്നതെന്നുകൂടി പിണറായി വിജയൻ തിരിച്ചടിക്കുകയാണ്. MM വർഗീസിന് 100 കോടിയുടെ സ്വത്തെന്ന് പറഞ്ഞത് കടന്ന കൈയായിപ്പോയി. പാർട്ടിയുടെ ബ്രാഞ്ച് ഓഫീസ് മുതൽ ജില്ലാ ഓഫീസ് വരെയുള്ള സ്വത്താണ് ഈ 100 കോടി. അക്കൗണ്ട് മരവിപ്പിച്ചത് കൊണ്ടൊന്നും തിരഞ്ഞെടുപ്പിൽ പിന്നോട്ട് പോകില്ല എന്നുകൂടി അറിയിക്കുകയാണ്. കയ്യിൽ പണമില്ലെങ്കിൽ ജനം പണം നൽകുമെന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുവാൻ ശ്രമിക്കുന്നു. പ്രധാനമന്ത്രിക്കുള്ള മറുപടിയാണ്. മാസപ്പടി കേസ് മോദി എടുത്തിട്ടതോടെ അഴിമതിക്കെതിരായ പോരാട്ടമാണ് കേരളത്തിലും BJP നടത്തുന്നത് എന്ന പ്രചരണത്തിന് ചൂടുപിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എക്സാലോജി കമ്പനി ഉടമയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ED ഏപ്രിൽ 26 മുമ്പ് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചാലും ഇനി അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. ED വീണയെ വിളിപ്പിച്ചാൽ എല്ലാ ശ്രദ്ധയും അതിലേക്കാവും എന്ന കാര്യത്തിലും സംശയമില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ കേരളത്തിലെ BJP ബൂത്തുകാര്യ കർത്താക്കളുമായുള്ള സംവാദത്തിലും മോദി ഈ വിഷയങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിരുന്നത്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പും സ്വർണ്ണക്കടത്തും പരാമർശിച്ചുകൊണ്ടാണ് മോദി നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്തിലെ കണ്ണികൾക്ക് ഒരു പ്രത്യേക ഓഫീസുമായി ബന്ധമുണ്ട് എന്നും കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പങ്കുണ്ടെന്നും മോദി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത് പോലും. കരുവന്നൂരിൽ CPMനെയും ഇതിനൊപ്പം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും AKG സെൻറ്ററിനുമൊപ്പം പിണറായിയുടെ കുടുംബവും കേന്ദ്ര സർക്കാരിൻ്റെ റഡാറിലുണ്ട് എന്നർത്ഥം. എപ്പോൾ വേണമെങ്കിലും കേന്ദ്ര ഏജൻസിക്ക് കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യാം എന്നുള്ളതാണ് വസ്തുത. കരുവന്നൂർ ബാങ്കിൽ നിന്ന് ED കണ്ടുകെട്ടിയ തുകയുടെ യഥാർത്ഥ ഉടമകൾ സാധാരണക്കാരാണെങ്കിൽ അതവർക്ക് തിരിച്ചു ലഭിക്കുവാൻ നിയമസാധുത പരിശോധിക്കുമെന്ന് വരെ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. കരുവന്നൂർ ബാങ്കിൽ അഴിമതിയിലും പ്രമുഖ CPM നേതാക്കളുടെ പേരുകൾ പുറത്തു വന്ന സാഹചര്യമാണിപ്പോൾ. സാധാരണക്കാരുടെ പണം കബളിപ്പിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അതിനെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് അറിയുകയും ചെയ്യാം. അഴിമതിക്കാരെ, സാധാരണക്കാരുടെ പണം കൊള്ളയടിച്ചവരെ, ജനങ്ങളെ വഞ്ചിച്ചവരെ, ഇവരെ വെറുതെ വിടരുത് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ED കണ്ടുകെട്ടിയതിൽ സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകരുടെ പണമുണ്ടെങ്കിൽ അതവർക്ക് കിട്ടാൻ അടുത്ത സർക്കാർ അധികാരത്തിലെത്തിയാൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നും മോദി പറയുകയാണ്. ED പിടിച്ചെടുത്ത പണം നിക്ഷേപകർക്ക് നൽകുമെന്ന് കോടതിയെ കഴിഞ്ഞ ദിവസം അത് ബോധിപ്പിച്ചത് ആ ബോധ്യപ്പെടുത്തൽ ശ്രദ്ധേയമായിട്ടുമുണ്ട്. അതായത് 108 കോടി രൂപയോളം വേണമെങ്കിൽ തിരികെ കൊടുക്കാമെന്നുള്ള വാദം ED ഹൈക്കോടതിയിൽ അറിയിക്കുന്നു. നിക്ഷേപകരായിട്ടുള്ള പാവങ്ങളുടെ പണം ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ പണം തിരികെ കൊടുക്കുവാൻ ED അടക്കം തയ്യാറാണ്. മാത്രമല്ല, വരുന്ന തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി, ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ജൂൺ 4 ശേഷം പുതിയൊരു മന്ത്രിസഭ ഉണ്ടാകും. അത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ആയിരിക്കും. ആ സർക്കാർ നിലവിൽ വന്നാൽ കരുവന്നൂരിൽ പണം നഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ സാധാരണക്കാർക്കും പാവങ്ങൾക്കും അവരുടെ പണം തിരികെ കിട്ടുക തന്നെ ചെയ്യും. കള്ളപ്പണമല്ലാത്തവർക്കെല്ലാം പണം തിരികെ ലഭിക്കുന്നതിനുള്ള സാധ്യത കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നൽകുന്ന ഉറപ്പ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനി വോട്ടെടുപ്പിന് 10 നാൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂട് വളരെ വലുതാകുന്നു, ഉച്ചസ്ഥായിലെത്തുന്നു. സംസ്ഥാനത്തെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി അടക്കം മുന്നോട്ട് വരുന്നു. ആ പ്രധാനമന്ത്രിക്ക് മറുപടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി വരുന്നു. അങ്ങനെ BJPയും CPMും ഒപ്പം തന്നെ കോൺഗ്രസും ചേർന്നുള്ള ത്രികോണ മത്സര വേദിയായി കേരളം മാറുമ്പോൾ കേരളത്തിൻ്റെ ചൂടിനൊപ്പം തന്നെ ഉച്ചസ്ഥായിലേക്ക് എത്തുകയാണ് തിരഞ്ഞെടുപ്പ് ചൂടും.